ഹായ് കൂട്ടുകാരെ. അപ്പോൾ അതെ എൻ്റെ മുടിയിൽ വന്ന മാറ്റമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ എടുത്താണ് കേട്ടോ. കണ്ടോ എൻ്റെ മുടി കണ്ടോ? എൻ്റെ ശരിക്കുള്ള മുടി ഇതാണ്. കാരണം നേരത്തെ ഞാൻ എല്ലാവരും ബ്യൂട്ടി പാർലറിലൊക്കെ പോയി മുടിയൊക്കെ നല്ല ചുരുള മുടിയൊക്കെ നല്ല കോലം മുടിയൊക്കെ ആക്കിയിട്ടാണ് നടക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു അഹങ്കാരം തോന്നിയിട്ട് ഞാനും കൊണ്ട് കാശ് കളഞ്ഞ് മുടി ചുരുണ്ട നല്ല സുന്ദരമായ മനോഹരമായ മുടി നശിപ്പിച്ച് ഞാൻ ഇങ്ങനെ കോല് പോലാക്കിയിട്ട് അവസാനം എന്താണെന്ന് പറഞ്ഞാൽ മുടിയുടെ കട്ടി പോയിട്ട് മുടിയുടെ ആ ഒരു ഭംഗിയും പോയി, കട്ടിയും പോയി, ബലവും പോയി, അതിൻ്റെ എല്ലാം നശിച്ചു പോയി. മുടിയുടെ മുറിഞ്ഞു പോയിട്ട് മുടി ആകെ നശിച്ച്. അപ്പോൾ അമ്മ എന്നെ അടിച്ച് കൊന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അത്ര തന്നെ ഭയങ്കര വിഷമമായിരുന്നു അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുടിയാണ് എൻ്റെ ഈ ഇങ്ങനെ ഒടിവായിട്ട് കിടക്കുന്ന മുടി ആണ്. ഇപ്പം എനിക്ക് ആ മുടി തിരിച്ച് കിട്ടി. അപ്പം ഈ മുടി ഞാൻ കുറച്ചായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ പഴയ മുടി വന്നായിരുന്നെങ്കിൽ അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ആ മുടി തിരിച്ച് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ. നമ്മുടെ നൂഡിൽസ് പോലെ ചുരുണ്ട് കിടക്കുകയാണ് കണ്ടോ. എന്നാലും ഇവിടെ തുമ്പൊക്കെ കണ്ട കുറച്ചിടമൊക്കെ ഇങ്ങനെ ആവാനുണ്ട്. ഇതിങ്ങനെ നല്ല ഭംഗിയായിട്ട് കിടക്കും കേട്ടോ. ഉണങ്ങിയൊക്കെ കിടന്നാലും നല്ല ഭംഗിയായിരിക്കും. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം എൻ്റെ മുടി. ഇതിൽ നല്ല ഇറക്കത്തിലുള്ള മുടി ഉണ്ടായിരുന്നു, നല്ല ചുരുണ്ട് കിടന്ന മുടി. അപ്പം ഇപ്പോൾ ആ മുടി തിരിച്ചു വരുന്നുണ്ട്. പിന്നെ ഞാനിപ്പം പഴയ ഓയിൽ കാച്ചി തേക്കുന്നുണ്ട്. പഴയ ഓയിൽ കാച്ചി തേക്കാൻ എനിക്ക് ആ മുടി വളരാൻ ഞാൻ ഓയിൽ കാച്ചി തേച്ചുകൊണ്ടാണ് എൻ്റെ മുടി അത്ര ഭംഗിയായിട്ട് കൊണ്ട് നടന്നത്. പക്ഷെ അതൊക്കെ ഇപ്പം ഇല്ലാണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഞാൻ ഓയിലൊക്കെ കണ്ട മുടി നല്ല കറുപ്പും നല്ല ഭംഗിയും നല്ല ഇനി വളർന്നുള്ള മുടി നല്ലതാണ്. കാരണം എനിക്ക് വിശ്വാസമുള്ളൊരു ഓയിലാണ് ഞാനത് കാച്ചി തേച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ എനിക്ക് അതൊരു വിശ്വാസമുള്ളത് കൊണ്ട് എനിക്കറിയാം ഞാനത് ഭംഗിയായിട്ട് മുടിയൊക്കെ നോക്കി നടത്താവുന്നുണ്ടെങ്കിൽ എൻ്റെ മുടി നല്ലതാവും, പഴയ പോലെ ആവും. പക്ഷേ ഒത്തിരി മുടി ഉള്ളൊക്കെ പോയി മുറിഞ്ഞിട്ട് കൊഴിഞ്ഞ് മുറിഞ്ഞ് ബലം കുറഞ്ഞ് ഒക്കെ പന്നലായി എൻ്റെ മുടി. അപ്പോൾ വീണ്ടും ഞാൻ തിരിച്ച് ആ മുടി കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടെ തന്നെ ഞാൻ ശ്രമിക്കുന്നതല്ല എനിക്ക് ആ ഓയിൽ കാച്ചി തേച്ച് ഞാൻ മുടി ഇതായി കണ്ട. എനിക്ക് ആ മുടി തിരിച്ച് വരുന്നു എന്ന് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം. അപ്പോൾ അത് ഒത്തിരി പേര് നേരത്തെ ഞാൻ കാന്താരിക്കകത്തൊക്കെ വീഡിയോസ് ഇടുമ്പോൾ ആൾക്കാരൊന്നും പറയായിരുന്നു കാന്താരിയെ അല്ല ഞങ്ങൾക്കിഷ്ടം കാന്താരിയുടെ മുടിയാന്ന് പറയുമായിരുന്നു. ഇങ്ങനെ സ്പ്രിങ് പോലെ കിടക്കുമായിരുന്നു എൻ്റെ മുടി. ഉണങ്ങിക്കിടന്നാലും നല്ല ഭംഗിയായിട്ട് കിടക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മുടിയായിരുന്നു. ഞാൻ തന്നെ നശിപ്പിച്ചതാ. ഇപ്പം ശരിയായി വരുന്നതിൻ്റെ ഒരു സന്തോഷം, ഭയങ്കര ഒരു സന്തോഷമുണ്ടേ. അപ്പം അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. ഈ നൂഡിൽസ് കിടക്കുന്ന പോലെ കിടക്കുന്നുണ്ടോ? അപ്പോൾ അത് നിങ്ങളുടെ നല്ല കറുപ്പായി ഞാൻ കാച്ചി തേക്കുന്ന ഓയിൽ നല്ല മുടി കറക്കും, നല്ല ബലം വയ്ക്കും, നല്ല ഭംഗിയാവും മുടിക്ക്. അപ്പോൾ അതാണ് ഞാൻ സ്വന്തമായിട്ട് കാച്ചി തേക്കുന്നത് കേട്ടോ. ചെറുതിലെ അമ്മ കാച്ചി തന്നാൽ അത് എനിക്കറിയാവുന്ന കാരണം പിന്നീട് ഞാൻ തന്നെ കാച്ചി തേക്കും. അപ്പോൾ ഇപ്പം ഞാൻ വീണ്ടും അത് കാച്ചി തേക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ അത് നിങ്ങളുമായിട്ട് എൻ്റെ പഴയ മുടി വന്നപ്പം എനിക്ക് ആ പഴയ മുടി നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. കണ്ട അത്ര എനിക്ക് കണ്ട നല്ല ഉള്ളുണ്ടായിരുന്നു അന്നൊക്കെ. ഇപ്പോൾ ഉള്ളെല്ലാം പോയി. അപ്പോൾ അതാണ്. ഇനി ഞാൻ നല്ല ഇതാക്കിയിട്ട് ഞാൻ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാം. എന്തായാലും ഒരു 4-5 മാസം 6 മാസം എന്തായാലും പിടിക്കും നല്ലോണം മുടി. കാരണം കട്ടി കുറവാണ് മുടിക്ക്. കട്ടിയായി കിളിച്ചിറങ്ങി നല്ല ഭംഗിയായിട്ട് വരണം. അപ്പം ഞാൻ എന്തായാലും അന്നേരത്തേക്കൊക്കെ നല്ലൊരു വീഡിയോ ഇടാൻ കൂടി. അപ്പോൾ ആ മുടി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഓയിൽ അതെങ്ങനെ കാച്ചുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അല്ല ഞാൻ കാച്ചുന്നത് കാണിക്കത്തില്ല, ഞാൻ പറഞ്ഞുതരാം. കാരണം ഞാൻ ഓയിൽ കാച്ചുന്നത് പകലല്ല. ഓയിൽ കാച്ചുമ്പോൾ ആരും കാണുന്നതും എനിക്കിഷ്ടമല്ല. ഞാൻ ആരും കാണാതാണ് ഓയിൽ കാച്ചുന്നത്. അതും രാത്രിക്ക് ഞാൻ കാച്ചാറുള്ളൂ. രാത്രിക്ക് എനിക്കതിനൊരു ശീലമുണ്ട്. ആ കണക്കിന് ഞാൻ ഓയിൽ കാച്ചാറുള്ളൂ. ആരും കാണത്തില്ല. കാണാതെ അതിൻ്റെ പച്ചമരുന്ന് കൂട്ടുകളെല്ലാം വെച്ചിട്ടാണ് ഞാൻ ഓയിൽ കാച്ചുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് വിശ്വാസമായിട്ട് മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പം
ഞാൻ ഈ മുടി ഒന്ന് അതിൻ്റെ ഒരു ഭംഗി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചുരുണ്ട് വരുന്നതേ ഉള്ളൂ. മുടി ഇപ്പം അവർ 8 മാസം അന്ന് എന്നോട് പറഞ്ഞത്, പക്ഷേ ഇതിപ്പോൾ 1 വർഷത്തിൽ പുറത്തെങ്ങാണ്ടായി. എന്നിട്ട് ഞാൻ തുമ്പൊക്കെ കണ്ടോ ആയിരിക്കുന്നതേ ഉള്ളൂ. എന്തോരം നല്ല മുടിയായിരുന്നു കൊണ്ട് നശിപ്പിച്ചത്, അഹങ്കാരം. അപ്പം ശരിയെന്നാ.